iOS 17ലേക്ക് അപ്ഗ്രേഡ് ചെയ്തവർക്ക് രണ്ട് ഇഷ്യൂസാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് അവരുടെ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് ഡേറ്റ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ ഐഫോൺ വാങ്ങിയവർക്ക് ഡേറ്റ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂസ് ആയിരുന്നു. നല്ല രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് വന്നിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ അതിൻ്റെ ട്രോളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു അപ്ഡേറ്റിനെയും ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂവിനെയും പറ്റി പറയണമെന്ന് തോന്നി. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ, അതായത് iOSന്റെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കേണലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം ഒട്ടുമിക്ക എല്ലാ അപ്ഡേറ്റുകളിലും നമ്മൾ കാണാറുള്ളതാണ് കേണലിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇതിനകത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പേര് ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ പൊതുവെ രണ്ട് രീതിയിലുള്ള റീസൺസ് ആണ് ആ ഒരു ഹീറ്റ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഹാർഡ്വെയറിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതായത് 15 സീരീസിൽ വന്നിട്ടുള്ള ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും അതുപോലെ അതിൻ്റെ iOS 17ൽ വന്നിട്ടുള്ള സോഫ്റ്റ്വെയറിൽ വന്നിട്ടുള്ള ബഗും, ഇങ്ങനെ രണ്ട് റീസൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയറിന്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരു പ്രീമിയം ആയിട്ട് ഉള്ള ഒരു ഫോൺ, അതിപ്പോൾ ആപ്പിൾ അല്ല സാംസങ് ആണെങ്കിൽ പോലും ഏതൊരു ഫോണുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രീമിയം ഫോണുകൾ ഇറക്കുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ഒരു മാക്സിമം ടെസ്റ്റിംഗ് അതിൻ്റെ ഹാർഡ്വെയർ സൈഡിൽ നടത്തും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആ ഒരു ഹാർഡ്വെയർ ഡിസൈൻ ചെയ്ത് അത് അത്രയും മാസമായിട്ട് ആ ഒരു ഹാർഡ്വെയർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഹാർഡ്വെയറിന്റെ സൈഡിൽ അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഫോൺ വാങ്ങിച്ചവരുടെ കയ്യിൽ നിന്ന് തിരിച്ചത് വാങ്ങിച്ച് പിന്നെ ഹാർഡ്വെയർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഫോണിന്റെ കേസിൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ ഹാർഡ്വെയർ ചേഞ്ചസ് കൊണ്ട് ഇങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഹാർഡ്വെയറിന്റെ കേസിൽ അങ്ങനെ ഒരു മേജർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം വരാനുള്ള ചാൻസും വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാവാം, പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും പ്രീമിയം ഫോണുകളുടെ കേസിൽ. ആപ്പിളിന്റെ ഫോറത്തിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇത്രയധികം ആൾക്കാർ ഹീറ്റിംഗ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആപ്പിൾ തന്നെ അവരുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഹാർഡ്വെയർ സൈഡിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സോഫ്റ്റ്വെയറിൽ iOS 17 സോഫ്റ്റ്വെയറിൽ അവരൊരു ബഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ബഗ് കാരണം തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് സിസ്റ്റം ഓവർലോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഫോൺ ചൂടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ആപ്പിൾ iOS അനലിസ്റ്റുകളും അങ്ങനെയുള്ള യൂട്യൂബിലെ ഉള്ള ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു. ഏത് ആപ്ലിക്കേഷനാണ് ഇത്രയധികം ഹീറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം നോക്കി ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം യൂട്യൂബിൽ തന്നെ ഒരു യൂട്യൂബർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇത്രയധികം ഫോണിനെ ഒരു ഹീറ്റ് ഉണ്ടാക്കുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫോണിന്റെ CPU യൂസേജ് ഭയങ്കരമായിട്ട് കൂടുന്നു, അതിനുശേഷം അങ്ങനെ ഹീറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ ഊബർ, അതുപോലെ അസ്ഫോൾട്ട് ഗെയിം, ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസും ഇതുപോലെ ഹീറ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ആപ്പിളിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ iOS 17ൽ ഇൻസ്റ്റാഗ്രാം കാരണമാണ് ഇത്രയധികം ഹീറ്റ് ഉണ്ടാവുന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ആണ് ഇത്രയധികം ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് ഏകദേശം കൺഫേം ആയതിനു ശേഷം അത് യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും അതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര എല്ലാവരും ഒക്കെ ആ ഒരു പ്രശ്നത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഞാൻ ആ ട്രോൾ കണ്ടത്. ആക്ച്വലി ട്രോൾ എന്താണെന്ന് വെച്ചാൽ സാംസങ് യൂസേഴ്സ് പറയുന്നത്, ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഐഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഐഫോണിൽ ഇൻസ്റ്റാഗ്രാം ഇത്രയധികം ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാംസങ് യൂസേഴ്സ് ഒക്കെ അപ്പോൾ ഫ്രിഡ്ജിലിരുന്നാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനെ ഹീറ്റ് ആക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഫോണിലെ കേണൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിലുള്ള ഹാർഡ്വെയറിനെയോ അല്ലെങ്കിൽ CPU, മെമ്മറി, അങ്ങനെ ഏത് കാര്യം, സെൻസറുകളോ, അങ്ങനെ എന്ത് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റം സൈഡ് എന്ത് കാര്യങ്ങൾ ആക്സസ് ചെയ്യണമെങ്കിലും ഈ ഒരു കേണൽ വഴിയായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഇതിനെ ആക്സസ് ചെയ്യുന്നത്. അതല്ലാതെ ഡയറക്റ്റ് ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിലെ ഒരു ഹാർഡ്വെയറിനെയോ ഒന്നിനെയും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷന് ഒരു കുറച്ച് CPU അല്ലെങ്കിൽ മെമ്മറി വേണം. ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ റൺ ചെയ്യാനായിട്ടാണെങ്കിൽ ആപ്ലിക്കേഷൻ ഒരു റിക്വസ്റ്റ് കേണൽ വഴി നമ്മുടെ ഫോണിലേക്ക് കൊടുക്കും. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം കേണൽ തിരിച്ച് റെസ്പോൺസ് ആപ്ലിക്കേഷനിലേക്ക് കൊടുക്കും. ആ ഒരു രീതിയിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന ഇഷ്യൂയിലേക്ക് വരാം. അതായത് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, iOS 16 നമ്മുടെ ഫോൺ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് റൺ ആവുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, iOS അവരുടെ 17 വെർഷൻ റിലീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ നമ്മൾ iOS 17 അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ആ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട്, അതായത് iOS 17 സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് ഈ ഒരു കേണൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലും ചേഞ്ചസ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി അതിന്റെ വെർഷൻസ് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ അതിന്റെ ഇന്റേണലി ഉള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളിലും കോഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ആ ഒരു ചേഞ്ചസ് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം അപ്പോഴും നമ്മുടെ പഴയ വെർഷൻ തന്നെയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പഴയ വെർഷനിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റേത് ആപ്ലിക്കേഷനോ പുതിയതായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ ആ കേണലിന്റെ വെർഷനുമായിട്ട് ചിലപ്പോൾ 100% കോമ്പാറ്റബിൾ ആയിരിക്കില്ല. കാരണം സോഫ്റ്റ്വെയർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വെർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ പഴയ സോഫ്റ്റ്വെയറിൽ ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണെന്നുള്ള ഒരു വെർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അത് ഒരുപക്ഷെ പുതിയ സോഫ്റ്റ്വെയറുമായിട്ട് 100% കോമ്പാറ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കില്ല. സോ ഇങ്ങനെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും കേണലിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം പഴയ വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് നമ്മുടെ ഫോണിലെ പുതിയ സോഫ്റ്റ്വെയറുമായിട്ട് കംപ്ലീറ്റ്ലി ഒരു 100% കോമ്പാറ്റബിൾ ആയിട്ട് അത് റൺ ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ചിലപ്പോൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. മെമ്മറി ഒക്കെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. CPU ആണെങ്കിലും മെമ്മറി ആണെങ്കിലും കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആപ്പിൾ തന്നെ അവരുടെ റീസെന്റ് ആയിട്ട് ഇറക്കിയ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്, iOS 17 അവരൊരു ബഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ബഗ് പ്രകാരം തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് നമ്മുടെ ഫോണിനെ ഓവർലോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കേസിൽ സംഭവിച്ചത്. എന്താണ് ആ ഒരു എക്സാക്ട് ബഗ് എന്നുള്ള കാര്യത്തിൽ ആപ്പിള് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഒരു ബഗ് ഉണ്ടായിരുന്നു, അവരത് ഫിക്സ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ അവർ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നതോടുകൂടി തന്നെ 17.0.3 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നതോടുകൂടി തന്നെ അവർ ആ ഒരു ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമും അവരുടെ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഡേറ്റ് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ഇഷ്യൂസ് ഇപ്പൊ ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷേ 17.0.3 iOS വന്നിട്ടുള്ളത് ഈ ഒരു ബഗ് ഫിക്സ് മാത്രമല്ല, അതിനകത്ത് കുറച്ച് സെക്യൂരിറ്റി ഫിക്സുകൾ കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേണലിന് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് 17.0.3 വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.